ഡോക്ടർ, നമ്മൾ ഈ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ ഒരു ലഹരിക്കെന്ന മഹാവിപത്തിനെതിരെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ലഹരിയെ നേരിടുവാൻ, ലഹരിയെ പ്രതിരോധിക്കുവാൻ നമുക്ക് പല കാര്യങ്ങളും അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹലോ ഡോക്ടറിലേക്ക് ഞാൻ പ്രേക്ഷകരെയും ഒരേപോലെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങളുമായി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡോക്ടറുമായി സംവദിക്കാം. ഡോക്ടർ, ഞാൻ പറഞ്ഞു വന്നത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ എല്ലാവരും തന്നെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ ഈ ഒരു ലഹരിയുടെ കരങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു പ്രാവശ്യം ലഹരി ഉപയോഗിച്ചു പോയാൽ പിന്നെ ആ ലഹരിയിൽ നിന്നും തിരിച്ചു വരുവാൻ നമ്മൾ പ്രധാനമായും മനഃശാസ്ത്രപരമായി അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ ലഹരിയിലേക്ക് ഒരു പ്രാവശ്യം പോയി പിന്നെ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അത്രയും ഒരു വിശാലതയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മുടെ ചർച്ച വേണ്ടത്. ഒരു പ്രാവശ്യം പോലും ലഹരി ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിലായിരിക്കണം ചർച്ചകൾ. കാരണം ഇതിൽ പല ലഹരി പദാർത്ഥങ്ങൾക്കും പതിയിരിക്കുന്ന പല അപകടങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ചില നിർഭാഗ്യകരമായ സംഭവങ്ങളെങ്കിൽ ഈ ലഹരി ഉപയോഗിച്ച ആൾക്കാർ മരണപ്പെട്ടു പോകുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ മരണപ്പെട്ടു പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിപ്പോൾ ദീർഘനാളായി ലഹരി ഉപയോഗിക്കുന്നവർക്ക് ലഹരിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാവാം, അവരുടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അധികരിക്കുന്നത് കൊണ്ടാവാം, അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊരു നിരോധിത വസ്തുവാണ്. അപ്പോൾ നമ്മളൊക്കെ കടകളിൽ പോയി പല സാധനങ്ങളും വാങ്ങാറുണ്ട്, നമ്മൾ ഭക്ഷണം വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ പാക്കറ്റിലുള്ള കാര്യങ്ങൾ വാങ്ങാറുണ്ട്. ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ളത് ഇത് ആരുണ്ടാക്കി, എവിടെ ഉണ്ടാക്കി, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നാണ്, എന്ന് വരെയാണ് ഉപയോഗിക്കാവുന്നത്. ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് അധികാരികളെ സമീപിക്കാനുള്ള സംവിധാനങ്ങൾ, ഇപ്പോൾ ഹോട്ടൽ വാങ്ങുന്ന ഭക്ഷണമാണെങ്കിൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഉൾപ്പെടെ ഉണ്ട്. നമ്മളിതിൽ ലഹരിയുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നിരോധിത ലഹരി വസ്തുക്കൾ. ഇപ്പോൾ മദ്യത്തെക്കുറിച്ചോ പുകയിലയെക്കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. ഏതു രാജ്യത്തും നിയന്ത്രിത ലഹരിയും അനിയന്ത്രിത ലഹരിയും ഉണ്ട്. നിയന്ത്രിത ലഹരി നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോൾ മദ്യവും പുകയിലയുമാണ്. അനിയന്ത്രിത ലഹരികളാണ് മറ്റുള്ളവ. ഈ അനിയന്ത്രിത ലഹരികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, വാങ്ങുമ്പോൾ ഇതിൽ മായം കലർത്താനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അതൊരു ചതിയിൽ വഞ്ചന എന്ന് തന്നെ പറയാവുന്നതാണ്. കാരണം അല്ലെങ്കിൽ തന്നെ ഈ പദാർത്ഥങ്ങൾക്ക് വളരെയധികം വിലയുള്ളവരെ, ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ സർവ്വസാധാരണമായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന MDMA എന്ന പദാർത്ഥത്തിന് ഏകദേശം 5.25 മുതൽ 5.5 കോടി വരെ രൂപയുണ്ടെന്നാണ് ഒരു കിലോയ്ക്ക് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലഹരി പദാർത്ഥം ഒരാളുടെ കയ്യിൽ കിട്ടുകയാണെന്ന് വിചാരിക്കൂ. ഇപ്പോൾ 1000 രൂപയുള്ള ലഹരി പദാർത്ഥത്തിൻ്റെ 10 ഗ്രാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നു. അദ്ദേഹത്തിന് 10,000 രൂപ ചിലവാക്കേണ്ടി വന്നു എന്ന് വിചാരിക്കൂ. ഇത് 20 ഗ്രാമാക്കി വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് 20,000 രൂപ ലഭിക്കും. ഈ 10 ഗ്രാമിന് 20,000 രൂപ ലാഭമുള്ള വസ്തുവാക്കി മാറ്റാൻ, 20 ഗ്രാമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് എന്തും ചെയ്യാമെന്നേ. അദ്ദേഹത്തിന് അതിൽ പാറ്റാ ഗുളിക വേണമെങ്കിൽ പൊടിച്ചിടാം, അദ്ദേഹത്തിന് എലിവിഷം പൊടിച്ചിടാം, കരിയില പൊടിച്ചിടാം, ചത്ത അട്ടയെ വേണമെങ്കിൽ ഇടാം. അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ ഇതിനെ കുറച്ചുകൂടി മലിനമാക്കാം. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ തന്നെ മലിനമാണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ ഇതിനെ കുറച്ചുകൂടി മലിനമാക്കുകയും ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ, ഇപ്പോൾ ബാറ്ററി പൊടിയാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ മറ്റ് പദാർത്ഥങ്ങളാണെങ്കിൽ ഇത് ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ലഹരി പല വിധത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ഞരമ്പുകളിൽ കുത്തിവയ്ക്കുന്ന ലഹരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ആ ലഹരി ഉപയോഗിക്കുന്നതെങ്കിൽ ആ ലഹരിയുടെയൊക്കെ ഒറ്റ പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് തന്നെ മരണം സംഭവിച്ചേക്കാം. നമുക്കതിൽ മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തുമ്പോൾ ഇപ്പോൾ ഏതൊരു ലഹരി പദാർത്ഥവും മരണകാരണമായേക്കാവുന്ന ഡോസ് എത്രയാണോ എന്നുള്ളതിനെക്കുറിച്ച് ധാരാളം ഡേറ്റ അവൈലബിളാണ്, നമുക്ക് കിട്ടും. ചില വ്യക്തികൾ അത്രത്തോളം ഒന്നും ലഹരി ഉപയോഗിക്കാതെ തന്നെ മരണപ്പെടുന്നുണ്ട്. അതിൻ്റെ പുറകിലുള്ളൊരു കാരണം ഇതാവാം. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നെവർ സ്റ്റാർട്ട് അഗെയിൻ എന്ന പോളിസി അല്ല, വീണ്ടും ഒരിക്കൽ തുടങ്ങരുത് എന്നുള്ളതല്ല, നെവർ സ്റ്റാർട്ട് എന്ന് തന്നെയാണ്, ഒരിക്കലും തുടങ്ങരുത് എന്നാണ്. അതാണ് ലഹരി വിരുദ്ധ പോരാട്ടത്തിൻ്റെ, ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ കാതലാകേണ്ടത്. ഇനി എങ്ങാണ് നിർഭാഗ്യവശാൽ ലഹരി ഒരു പ്രാവശ്യം ഉപയോഗിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക. ഈ പറയുന്ന പല അനിയന്ത്രിത ലഹരികളും ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുന്നെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് തോന്നുന്നതാവാം, അതൊരു വലിയ കാര്യം തന്നെയാണ്. ചിലപ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ നിങ്ങൾ പിന്നെ ആയിരിക്കും അനുഭവിക്കുക. ആ ലഹരി ഉപയോഗിക്കേണ്ട സാഹചര്യം നമ്മളൊന്ന് വിലയിരുത്തുക എന്നുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ടാകാം ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൗമാരക്കാരുടെ ഇടയിലും, പണ്ട് നമ്മൾ കൗമാരക്കാരുടെ ഇടയിൽ പ്രധാനമായി പറഞ്ഞിരുന്ന പിയർ പ്രഷർ, മറ്റു കൂട്ടുകാരിൽ നിന്നുമുള്ള സമ്മർദ്ദം, അതിപ്പോൾ ചെറുപ്പക്കാരിൽ വരെ കാണുന്നുണ്ട്. യങ് അഡൽട്ട്സ് എന്ന് പറയുന്ന ചെറുപ്പക്കാരിൽ, പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഒരു
13 മുതൽ 19 വയസ്സ് വരെയുള്ള ടീനേജേഴ്സിൽ കൗമാരക്കാരിലായിരുന്നു ഈ പ്രശ്നങ്ങളെന്നാണ് പണ്ട് നമ്മൾ പറഞ്ഞത്. നിർഭാഗ്യവശാൽ ഇപ്പോൾ അതങ്ങനെയല്ല. ഇപ്പോൾ ഈ ചെറുപ്പക്കാരിലും ഇത് കണ്ടുവരുന്നുണ്ട്. അതായത് ഈ ലഹരി ഉപയോഗിക്കുന്നത് എന്തോ വലിയ കാര്യമാണെന്നും ലഹരി ഉപയോഗിക്കുന്നത് ഒരു പുരുഷത്വത്തിൻ്റെ ലക്ഷണമാണെന്നും ഈ ലഹരിയൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണെന്നും ഇത് സർവ്വസാധാരണമാണെന്നുമുള്ള ഒരു തെറ്റിദ്ധാരണ. ഇനി ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഗ്രൂപ്പിൻ്റെ കൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഭയം. കാരണം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടും, നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് കൂട്ടുകെട്ടിൽ നിന്ന് പുറത്താകുമെന്നുള്ള ഒരവസ്ഥയും കൂടി എത്തിയിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ വ്യക്തികൾ ലഹരിയിലേക്ക് പോകും. അത് നമ്മൾ ഫലപ്രദമായി നേരിടാൻ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഹൗ ടു സേ നോ ടു ഡ്രഗ് എന്നല്ല, ഹൗ ടു സേ നോ ടു എനിത്തിങ്. നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു സ്പർശമാകട്ടെ, ഒരു നോട്ടമാകട്ടെ, ലഹരിയാകട്ടെ, നിങ്ങൾക്കിഷ്ടമില്ലാത്ത സ്വഭാവമാവട്ടെ, ഒരു സുഹൃത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ബുള്ളിയിങ് ആകട്ടെ, ഇതിനോടൊക്കെ നോ പറയാനുള്ള പരിശീലനം കുട്ടികൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ ലൈംഗികാതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത് പ്രധാനമായും പറഞ്ഞത്. ലൈംഗികാതിക്രമം വന്നാൽ എങ്ങനെ നോ പറയണം എന്നതിനോടൊപ്പം തന്നെ ലഹരി പദാർത്ഥത്തോടൊപ്പം നോ പറയേണ്ട കഴിവ്, അതൊരു വലിയ കഴിവാണ്. അതായത് നോ പറയേണ്ടിടത്ത് നോ പറയാത്തതാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ ഏറ്റവും വലിയ പരാജയമെന്ന് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയിൽ ഒരു കഥാപാത്രം വിലപിക്കുന്നുണ്ട് അവസാനം. അപ്പോൾ നോ പറയുക എന്നുള്ളത് ജീവിത വിജയത്തിന് അടിസ്ഥാനമായ ഒരു ജീവിത നിപുണതയാണ്, ഒരു ലൈഫ് സ്കില്ലാണ്. അത് പഠിപ്പിക്കേണ്ടതുണ്ട്, കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്, കൗമാരക്കാരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വന്നത് യങ് അഡൽസിനെയും യുവാക്കളെയും പഠിപ്പിക്കേണ്ടി വരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ആരോഗ്യ പ്രവർത്തകനുമായി തുറന്ന ചർച്ച നടത്തുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന പദാർത്ഥമാണ് ഉപയോഗിച്ചത്, അതിന് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഭാവിയിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രക്തപരിശോധനകളോ മൂത്രപരിശോധനകളോ മറ്റെന്തെങ്കിലും നടത്തേണ്ടതുണ്ടെങ്കിൽ നടത്തേണ്ടതുണ്ട്. എന്ത് സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചത് എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ ഇതിന് ആവശ്യമാണ്. ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ലഹരി ഉപയോഗിച്ചു എന്ന് വീട്ടിലോ സുഹൃത്തുക്കളോ വീട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല കൗമാരക്കാർക്കും പേടിയാണ്. അത്രയും പേടിയുള്ളവരെന്തിന് ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളത് മറ്റൊരു വശം. പക്ഷേ ലഹരി ഉപയോഗിച്ചതെന്ന് നിങ്ങൾ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നമാണെന്നാണ് കൗമാരക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ മാതാപിതാക്കൾ എടുക്കുക ഇതിൻ്റെ ഒരു തുറന്ന ചർച്ചയ്ക്കുള്ള ഒരു അവസരമായി ഇതിനെ എടുക്കണം. അതായത് എൻ്റെ കുട്ടി ലഹരി ഉപയോഗിച്ചു എന്നോട് വന്ന് പറഞ്ഞാൽ അത് നിങ്ങളൊരു വലിയ അനുഗ്രഹമായി കണക്കാക്കുന്നത്. ആ കുട്ടി അത് സംസാരിച്ചല്ലോ, അവിടെ ഇടപെടാൻ നമുക്കൊരു സാധ്യതയുണ്ടല്ലോ. അങ്ങനെ മാതാപിതാക്കളും കുടുംബവും ഇപ്പോൾ സ്കൂളിലോ മറ്റോ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധ്യാപകരോടോ സുഹൃത്തുക്കളോടോ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് വേണ്ടത്. ഒറ്റയ്ക്കൊരു വ്യക്തി എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒറ്റയ്ക്കൊരു വ്യക്തിക്ക് ലഹരി ഉപയോഗിക്കാൻ തോന്നിയെങ്കിൽ അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നെന്നും ആ സാഹചര്യം നിലനിൽക്കുമെന്നും ആ സാഹചര്യം തുടരാൻ സാധ്യതയുണ്ട് എന്നുമുള്ളതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയെ കാണേണ്ടതുണ്ട്, ആ വ്യക്തിയുടെ കുടുംബം അതിനെ അങ്ങനെ സ്വീകരിക്കേണ്ടതുണ്ട്, സമൂഹവും അങ്ങനെ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചില ആൾക്കാരെയൊക്കെ തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നു ലഹരിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ ആ അറസ്റ്റിന് ശേഷമുള്ള അവരുടെ സ്വഭാവം എന്താണെന്ന് പരിശോധിക്കും. ഇപ്പോൾ ഒറ്റ പ്രാവശ്യമായിരിക്കാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ലഹരി ലഭിക്കുന്നത്. യഥാർത്ഥത്തിലെ NDPS ആക്റ്റിൽ തന്നെ ഇപ്പോൾ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭേദഗതി എന്ന് പറഞ്ഞാൽ അത് ക്വാണ്ടിറ്റി അനുസരിച്ച്, ഇപ്പോൾ തന്നെ അതിലുള്ള രീതി ഉണ്ട്. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കാനാണോ നിങ്ങൾ വിൽക്കാനാണോ വാങ്ങിയത്, നിങ്ങളുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അത് തീരുമാനിക്കും. ഇപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം ഉപയോഗിക്കുന്നതിന് വാങ്ങുന്ന ക്വാണ്ടിറ്റിയും നിങ്ങൾ വിൽക്കാൻ വാങ്ങുന്ന ക്വാണ്ടിറ്റിയും വ്യത്യസ്തമാണല്ലോ. നിങ്ങൾ ഉപയോഗിക്കാനാണ് ഈ ക്വാണ്ടിറ്റി വാങ്ങുന്നതെങ്കിൽ അവരെ ചികിത്സയിലേക്ക് വിടാനും അങ്ങനെ ചികിത്സിക്കുന്നവരെ നിരന്തരം നിരീക്ഷണത്തിൽ വയ്ക്കാനും അവരുടെ കേസിൻ്റെ കാര്യത്തിലുമൊക്കെ ആ ഇളവുകൾ കൊടുക്കാനുമുള്ള സംവിധാനം തന്നെ NDPS ആക്റ്റിൽ വേണമെന്ന്, അത് ലോകത്ത് പല രാജ്യങ്ങളിലും അത്തരത്തിലുള്ള നിയമങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും NDPS ആക്റ്റിൻ്റെ കാലാനുസൃതമായ ഭേദഗതിയിൽ ഇത് വരണമെന്നുൾപ്പെടെ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാലാനുസൃതമായ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചായിരിക്കണം ലഹരി ഉപയോഗിക്കുന്നവരോട്, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം ലഹരി ഉപയോഗിച്ചത്. ഞാൻ പറയുന്നത് ഇതിനെ വിപണിയിലാക്കുന്നവരെ വിൽക്കുന്നവരെ ഒക്കെ മറ്റു രീതിയിൽ തന്നെയാകും നിയമപരമായി തന്നെ കൃത്യമായി നേരിടേണ്ടത്. പക്ഷേ അവരുടെ കാര്യത്തിൽ കുറച്ചുകൂടി ലീനിയൻസി സമൂഹം കാണിക്കേണ്ടതെന്നുള്ളത് എന്നൊരു ചിന്തയാണ് ലോകവ്യാപകമായിട്ടുള്ളത്. അതുതന്നെ നമ്മുടെ നാട്ടിലും വേണ്ടി വന്നേക്കാം.